എന്നെ കുരുതി കൊടുക്കാൻ നീ അന്യനോടുക്കുന്ന വാതിൽ തുറന്നു കൊടുക്കും. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കടക്കരുതെന്ന് നിനക്ക് പറഞ്ഞുകൂടെ? ഇവിടെ ഉണ്ടായിരുന്ന ഫയലും റെക്കോർഡ് എടുത്തുകൊണ്ട് പോകുന്നത് നീ നോക്കിയിരുന്നില്ലേ? സെർച്ച് വാറന്റായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വരുമ്പോ പിന്നെ പരവതാനി എനിക്ക് താലപ്പൊലി എടുത്ത് സ്വീകരിക്കാമായിരുന്നു. അറ്റ്ലീസ്റ്റ് നീ എനിക്കൊന്ന് ഫോൺ ചെയ്തു. പലതവണ ശ്രമിച്ചതാ, കിട്ടണ്ടേ? കിട്ടില്ല. വന്നത് പോലീസ് ഓഫീസർ മാത്രമല്ലല്ലോ, കാമുകനല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. ഈ വീട്ടിൽ ഫയലും റെക്കോർഡും മാത്രമല്ല, നിന്നെയും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞാനില്ലാത്തപ്പോൾ അവൻ ഇനിയും കടന്നു വന്നാൽ നീ അതിനും വാറ് തുറന്നു കൊടുക്കുമല്ലോ. അതെ, തുറന്നു കൊടുക്കും. എന്താണ് നീ പറഞ്ഞത്? ഇനി തൊട്ടുപോലെ തന്നെ. എന്താ നിങ്ങൾ കരുതിയത്? എന്നും കാൽക്കൈയിലിട്ട് ചവിട്ടി അരയ്ക്കാമെന്നോ? സഹിക്കാവുന്നതിലേറെ ഞാൻ സഹിച്ചു. ഇനി വയ്യ. തരം കെട്ടിയാൽ അന്യപുരുഷന് വാതിൽ തുറന്നു കൊടുക്കുന്നവളാണ് സ്വന്തം ഭാര്യ എന്ന് കരുതുന്ന നിങ്ങൾ. ആളാണെങ്കിൽ എന്നെ അടിച്ചിറക്കണം. അതിനുള്ള നട്ടല് നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങാം. മതി, മനസ്സില്ല. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ മടുത്തു. ഹലോ, ഇസ് ഇറ്റ് ഹോങ്കോങ് 6261-657? ഐ എം സത്യരാജ് ഹിയർ. 2 ദിവസമായി ട്രൈ ചെയ്യുന്നു. 10 ദിവസത്തിനായി ഞാൻ പുറപ്പെടും. സിലോൺ വരെ കപ്പലില്ല, അവിടുന്ന് ഫ്ലൈറ്റിൽ. വേണ്ട ഏർപ്പാടുകൾ ഇവർ ചെയ്തിട്ടുണ്ട്. കൊളംബോ അക്കൗണ്ടിലേക്ക് $10,000 ഉടനെ ട്രാൻസ്ഫർ ചെയ്യണം. ബാക്കിയൊക്കെ ഞാനവിടെ വന്നിട്ട്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പൊ ഇതായിരുന്നുവല്ലേ ഉദ്ദേശം? രക്ഷപ്പെടുന്നത് വരെ സുരക്ഷിതമായൊരു താവളം, ഈ വീട് ഒരു മറ. അതെ, അല്ലാതെ എന്താ കരുതിയത്? കാലാകാലം നിങ്ങളുടെ ഉപ്പും ചോർന്നും കൂടെ കൂടണമെന്ന്. നോക്ക്, ചെയ്യാൻ കഴിയുമെന്ന് പരിപൂർണ വിശ്വാസമുള്ള കാര്യങ്ങളെ സത്യരാജ് ഏറ്റെടുക്കാറുള്ളൂ. നിങ്ങൾ ആവശ്യപ്പെട്ട് നടക്കാം. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാനത് ചെയ്തിരിക്കും. അതിൽ ഓർമ്മപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഈ സംശയം ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഇതിവിടെ ആര് കൊണ്ടുവന്നു? ബെന്നി. എടുത്തോണ്ട് പോടോ. കൊണ്ടുപോകാനല്ല, ഞാനിത് ജ്യോതിക്ക് പ്രസന്റേഷനായി കൊടുത്തതാ. പ്രസന്റേഷൻ? ചേച്ചി, ബെന്നി അവമാനിക്കരുത്. ഞാൻ വിളിച്ചിട്ട് എന്റെ ഗസ്റ്റ് ആയിട്ടാ ബെന്നി വന്നിരിക്കുന്നത്. ആണോ? എങ്കിലും ഉപചരിക്കണമല്ലോ. അത് ഞാനാണോ? ഞാനല്ലേ ഗൃഹനാഥ. നീ അകത്ത് പോ. ജ്യോതി, നിന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. എനിക്ക് ഇയാളോട് അല്പം സംസാരിക്കാനുണ്ട്. ഇത്രയും വലിയൊരു സമ്മാനം എന്റെ അനിയത്തിച്ചു കൊടുക്കാൻ മാത്രം നീ അവളും തമ്മിലുള്ള ബന്ധം? ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ്. എടോ, വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന സ്നേഹം പുരുഷന്, നിന്നെപ്പോലൊരു പണക്കാരന്റെ മകന് വലിയൊരു ക്രെഡിറ്റ് ആണ്. ആ സ്നേഹം വിറ്റ് ജീവിക്കാൻ എന്റെ അനിയത്തിയെ ഞാൻ വിട്ടുതരില്ല. അതിനു വേണ്ടിയല്ല ഞാൻ അവളെ വളർത്തുന്നത്. ചേച്ചി, കാര്യം കാണാനാണെങ്കിൽ ഈ പാവം പെണ്ണെന്തിന്? ഞാനല്ല ബെറ്റർ ചോയ്സ്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാണ്. ജോലി ആ നിലയ്ക്കല്ല ഞാൻ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വിൻസെന്റ് മുതലാളിയുടെ മകൻ എന്റെ അനിയത്തിയെ കല്യാണം കഴിക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ. നിന്റെ അപ്പൻ അതിനെ സമ്മതിക്കുമോ? നിന്റെ സമുദായികൾ അംഗീകരിക്കുമോ? അവരെയൊക്കെ എതിർത്തുകൊണ്ട് എന്റെ അനിയത്തെ സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ടോ? ഉണ്ട്. എങ്കിലത് ആദ്യം നടക്കട്ടെ. ജ്യോതിയെ കാണുന്നതും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതും എന്നിട്ട് മതി. മനസ്സിലായില്ലേ? മനസ്സിലായി. ഞാനോ പിഴച്ചവള. ഇനിയൊരു വീഴ്ച കൂടി താങ്ങാൻ ഈ പാവം കുടുംബത്തിന് കഴിയില്ല. ഞങ്ങളെ ഉപദ്രവിക്കരുത് ബെന്നി, പ്ലീസ്. അനിയും പോ. മോനെ, നിനക്ക് പ്രായമായി. ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ആർക്കും നിന്നെ തടയാനാവില്ല. പക്ഷേ ഡാഡിയുടെ സമ്മതത്തോടെ ഈ കല്യാണം നടക്കുമെന്ന് നീ കരുതണ്ട. അവളുടെ ജാതിയും മതവും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എന്നാൽ സിറ്റിയിൽ അറിയപ്പെടുന്ന ഒരു വേശ്യാലയം എന്റെ മകന്റെ ബന്ധുവീടാകാൻ ഞാൻ സമ്മതിക്കില്ല. ജ്യോതി വേശ്യല്ലേ ഡാഡി? അവളുടെ ചേച്ചിയാണല്ലോ സീത. അവൾ ഏതെല്ലാം ഹോട്ടലുകളിൽ ആരുടെയെല്ലാം കൂടി അന്തിയിറങ്ങിയിട്ടുണ്ടെന്ന് കുറെയൊക്കെ എനിക്കും അറിയാം. വേണ്ട മോനെ, നമുക്കിത് കൊള്ളില്ല. ഞാൻ തീരുമാനിച്ചതാണ്, വാക്ക് കൊടുക്കുകയും ചെയ്തു. ഇനി ആരെതിർത്തിനും കാര്യമില്ല. ജ്യോതി ഞാൻ കല്യാണം കഴിക്കും.
നീ ഒരു വിദ്യാർത്ഥിയാ മോനെ. മുമ്പ് പോളിറ്റിക്സിനോടായിരുന്നു നിനക്ക് പ്രേമം. ഇതുപോലെ അവിടെയും നിനക്ക് പഴച്ചു. കൊള്ളാവുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ എത്രയുണ്ട്. അതിലൊന്നിന്റെ യൂത്ത് ലീഡറായി ഒരു MLA-യോ മന്ത്രിയോ ആകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്താ അഭിമാനമായിരുന്നു. എന്നാൽ മനുഷ്യൻ കയറി ചെല്ലാൻ പറ്റാത്തടത്താണ് നീ ചെന്നപ്പെട്ടത്. നാട്ടിൽ കലാപമുണ്ടാക്കി അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ചില വിഡ്ഢികളുടെ കൂടെ. അതിൽ നിന്നും നിന്നെ വേർപെടുത്താൻ ഈ ഡാഡി എത്ര കഷ്ടപ്പെട്ടു, എത്ര ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് നിനക്കറിയാമോ? അറിയാം. മകനെ രക്ഷിക്കാൻ അവന്റെ പാവം കൂട്ടുകാരനോട് നിങ്ങൾ കാണിച്ച ക്രൂരത എനിക്കറിയാം. എന്ത് ക്രൂരത? എനിക്ക് ഭാര്യയില്ല, മറ്റു ബന്ധുക്കളുമില്ല. ആകപ്പാടെ ഉള്ളത് നീ ഒരു മോനാണ്. നിന്നെ വഴിപഴപ്പിക്കുന്നവരെ എന്ത് കടുങ്കേ ചെയ്തും ഞാൻ മാറ്റും. ഈ പെണ്ണുമായുള്ള നിന്റെ ബന്ധത്തിലും അത് തന്നെയായിരിക്കും സംഭവിക്കുക. അല്ലാതെ എന്റെ മകനെ എനിക്ക് കൊല്ലാനൊക്കൂ? ഡാഡി, എന്നെ കൊണ്ട് ഇനിയൊരു മഹാപാപം നീ ചെയ്യിക്കരുത്. ഇല്ല, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. ബെന്നി, മോനെ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോകും. ബെന്നി, മന്ത്രിയുടെ കാറാ, അവന്റെ ഒടുക്കത്തെ സ്പീഡ്. യെസ്, മന്ത്രിയുടെ കാർ ബൈക്കുമായി ആക്സിഡന്റ് ആയി. എവിടെ വെച്ച്? കളക്ടറേറ്റ് അടുത്ത് വെച്ച്. സീരിയസ് ആണോ? യെസ് സർ. വണ്ടി നിർത്താതെ പോയി. എന്നിട്ട് നിർത്താതെ പോയോ? സാർ, വഴിക്ക് വെച്ച് ഈ വണ്ടി ഒരു ബൈക്കുമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. യെസ്, അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തേക്കൂ. ആ പയ്യന്റെ നില കുറച്ച് സീരിയസ് ആണ് സാർ. ചത്തോ? അറിയില്ല. മിസ്റ്റർ, ഒന്ന് ഇറങ്ങണം. എന്തിനാ ഇറങ്ങണം മിസ്റ്റർ? പറയാം. താനാരോ എന്നോട് ഇറങ്ങാനല്ലോ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ സാർ, ഗസ്റ്റ് ഹൗസിലേക്ക് സാറിന് പോലീസ് ജീപ്പിൽ പോവാം. ജീപ്പ്? സാറിന് നിയമം അറിയാമല്ലോ. ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാണ്. സാർ, എന്ത് തോന്നിയാത്തോടോ താൻ കാണിച്ചത്? ഒരു മന്ത്രിയുടെ കാർ തരാൻ താനാരാ? തനിക്ക് എന്ത് അധികാരം? പൊതു നിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സാർ. ഒരാളെ കാറടിച്ചു കൊന്നാൽ അവൻ മന്ത്രിയായാലും രാജാവായാലും. നിർത്തണോ തന്റെ പ്രസംഗം? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയാമോ? അതെന്തോ ആവട്ടെ, കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയേറ്റ കാറുകളുടെ ഈ മരണപ്പാച്ചിൽ. അത് നിർത്തണം സാർ. നിർത്തും. മരണപ്പാച്ചിലല്ല, തന്റെ ഈ തോന്നിവാസം. ഓക്കെയുള്ളൂ. നീ എന്തിനിങ്ങോട്ട് വന്നിട്ടേ? വിട്ടിത്തം പറയുന്നു. കുട്ടിപോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണ്. വിളിച്ചു ഉപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്കാ. ദൈവ, ആ വക്കീൽ പലതവണ വിളിച്ചു. സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസിലോ വയ്യാഞ്ഞിട്ടല്ല. ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാവും. മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞത് നടപടിയൊന്നും എടുക്കേണ്ടെന്ന്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷെ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷൻ സമ്മതിക്കില്ല. നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ള വരുമാനവും പോയില്ലേ? സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്കിഷ്ടം. രാധയെ പോലെ. കൈവിട്. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്നും കുതറി മാറാൻ പറ്റും. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു.
എന്നെ. തന്റെ എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ ഒരു പുരുഷനെയും ഞാൻ അനുവദിക്കില്ല. എന്റെ വ്രതമാണത്. മേലിൽ എന്നെ തൊട്ടാൽ തനിക്ക് ഒരു കൊല കൂടി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക്. സൂക്ഷിച്ചു. എന്താ സാർ, അന്ന് ഞാൻ ഏൽപ്പിച്ച ഫയലുകൾ. ഏത് ഫയൽ? സിമന്റ് ഇടപാടിന്റെ. ഓ മിസ്റ്റർ ബൽറാം, ആസ് എ സർക്കിൾ ഇൻസ്പെക്ടർ യു ഹാവ് ഡൺ യുവർ ഡ്യൂട്ടി. മേലുദ്യോഗസ്ഥനായ എന്നെ അത് ഏൽപ്പിച്ചതോടുകൂടി നിങ്ങളുടെ ചുമതല തീർന്നു. സാർ, ചാക്കോച്ചന്റെ കൊലപാതകവുമായി ആ റെക്കോർഡ്സ്, ഫർദർ ആക്ഷൻസ്. വൈ ആർ യു സോ ഇൻക്വിസിറ്റീവ് മിസ്റ്റർ? ഞാൻ ആ ഫയൽ CBIക്ക് പുട്ടപ്പെട്ടിരിക്കുകയാണ്. മേലിൽ താനെ കുറിച്ച് അന്വേഷിക്കണ്ട. സാർ, അപ്പൊ CBIക്ക് സാറ് എന്താണ് എനിക്ക് സംശയം? നോ മോർ ക്വസ്റ്റ്യൻസ്. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. യു മേ പ്ലീസ് ഗോ. വാട്ട് യു വാണ്ട്? Excuse us, Mr. Kumar. We are from CBI. ഇതാ നിങ്ങളുടെ സസ്പെൻഷൻ ഓർഡർ. അതെ, സാറിന്റെ കയ്യിൽ ആ ഫയലുകൾ ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ മുകളിലേക്ക് അയച്ചിരുന്നു. ഇത്രയും നാൾ സാർ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നു കരുതി ഞാൻ കാത്തിരുന്നു. ഇപ്പൊ ബോധ്യമായി സാറും ആ കൂട്ടത്തിൽപ്പെട്ടതാണെന്ന്. മിസ്റ്റർ കുമാർ, യു ആർ അണ്ടർ അറസ്റ്റ്. ഇനിയല്ലേ ഉപദ്രവിക്കല്ലേ സാറേ? എവിടെയാണ് നിന്റെ കൂട്ടുകാരൻ ചന്ദ്രാജി? ചന്ദ്രാജി അയ്യോ, ഡൽഹിക്ക് പോയി. അയ്യോ, റിലീസ് വിൻസെന്റ് ഇമ്മീഡിയറ്റ്ലി. ജാമ്യത്തിനാണ് സാർ. ചോദിക്കാൻ അധികാരമില്ലല്ലോ, വിടാനല്ലേ ഓർഡർ. വയർലെസ് മെസ്സേജ്. അയ്യോ. എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? നിന്നെ കാണാനല്ല, ജയ്ഷാമനോടല്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണാൻ ഒക്കില്ല. എന്താ നീ പറഞ്ഞത്? മിസ്റ്റർ, ഇടിയെന്നൊന്നും വിളിച്ചേക്കരുത്. ഐ ഹാവ് ഹാഡ് ഇനഫ്. നിങ്ങളുടെ ആട്ടും തുപ്പും കുറെ സഹിച്ചില്ലേ? ഇനി അതിന് എന്നെ കിട്ടില്ല. വരാം. നിന്റെ ഈ വിസ്താരമൊന്നും എനിക്ക് കേൾക്കണ്ട. ജയ്ഷാമനോടെ എനിക്ക് എന്റെ മോനെ കാണണം. നിങ്ങളുടെ മകനോ? ഞാൻ ആ പോലീസ് ഇൻസ്പെക്ടറുടെ ഇഷ്ടക്കാരിയും വെപ്പാട്ടിയാണെന്നല്ലേ നിങ്ങൾ വിളിച്ചു പറയാറ്? ഇനി ഞാൻ നിഷേധിക്കുന്നില്ല. കല്യാണത്തിന് മുൻപും പിൻപും ഞാൻ അയാളോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട്. അന്തി ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇല്ലെന്ന് തെളിയിക്കാമോ? ഇയാൾ വലിയ അഡ്വക്കേറ്റ് അല്ലേ? ക്രിമിനൽ ലോയർ അല്ലേ? വന്ന് വാദിക്കും. അവിടെ ഞാൻ വിളിച്ചു പറയും, എന്റെ മകന്റെ അച്ഛൻ ഈ വക്കീലല്ല, ആ പോലീസ് ഇൻസ്പെക്ടർ ആണെന്ന്. മോളെ ഉഷേ, എന്നെ അവമാനിച്ചാൽ നിന്നെ ഞാൻ... മനസ്സും ശരീരവും മരവിച്ച എന്നെ ഇയാൾക്കിനി ഒന്നും ചെയ്യാനൊക്കില്ല. ഓണം മിസ്റ്റർ. പോയാലും ഞാൻ തിരിച്ചു വരും. നീ കണ്ടോ ജയൻ? എന്താടി നീ പറഞ്ഞത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛ. എന്നിട്ടും ഏതെല്ലാം തരത്തിൽ അയാൾ എന്നെ ദ്രോഹിച്ചെന്ന് എന്റെ അച്ഛൻ അറിയില്ല. എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം അയാളുടെ കുഞ്ഞിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ഞാൻ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കൂ അച്ഛ. അതൊന്നും ഞങ്ങൾക്കറിയില്ല. കോഴിക്കോട് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നാണ് സാർ വന്നിരിക്കുന്നത്. നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാൻ. എന്നെ എന്തിനു കസ്റ്റഡിയിൽ? അറസ്റ്റ് വാറന്റാണ്, നോക്കണം. ഇന്നലെ വൈകിട്ട് ഇയാൾ തിരുവനന്തപുരത്തേക്ക് പോന്നു എന്ന് കേട്ടു. ഒളിച്ചോളിയാണെങ്കിൽ തടയാൻ. ബാലു, എന്താ ഇത്? മകളുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാം. കൊലപാതകമടക്കം മറ്റു പല കേസുകൾക്കുമായി.